PR റിലേറ്റഡ് ആയിട്ടാണോ ചേച്ചിയും ചേട്ടനും മൂവ് ചെയ്തത്? കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത സമയം തൊട്ട് ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റനാണ് ഇത്. ആക്ച്വലി തിരക്കാന്നറിയില്ലേ, അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അമ്മായിമ്മ പോയെന്നൊക്കെ പറയുന്ന പോലെ അത് കണ്ടും കേട്ടും എനിക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു പേടി ഉണ്ടായിരുന്നു. നമ്മുടെ ഫോണിലൊക്കെ എക്സ്ട്രീം കോൾഡ് വെതർ വാർണിംഗ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അതെന്ന് പറയുമ്പോൾ -35 -40 ഒക്കെ വന്നു. ഫീൽസ് ലൈക്ക് അതിലും കൂടുതലായിരിക്കും. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ തമ്മിൽ കണ്ടിട്ട് കുറച്ച് നാളായല്ലേ? എനിക്കറിയാം. ഞങ്ങൾ സസ്കാച്ചുവൻ എന്നുള്ള പ്രോവിൻസിലോട്ട് മൂവ് ചെയ്തു. നിങ്ങൾ പലരും അതിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ വന്നിട്ട് എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. സോ ഞാൻ ആദ്യം തന്നെ ഒരു Q&A വെച്ചിട്ട് ശുഭാരംഭം കുറിക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് പ്രോപ്പറായിട്ടൊരു വീഡിയോ എടുക്കാനുള്ള സമയവും കിട്ടിയില്ല. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടുന്നത് ഇരുന്ന് ഒരു പ്രോപ്പർ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും യൂട്യൂബ് Q&A വീഡിയോ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് റിലേറ്റഡ് കുറച്ച് പേര് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലൈഫ് എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ ഹാപ്പി ആയിട്ട് പോകുന്നു, ബട്ട് വെരി ബിസി. തിരക്കിലാണ് ഇപ്പം. ആക്ച്വലി തിരക്കാന്ന് അറിയില്ലേ, അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഒന്നിനും സമയം കിട്ടുന്നില്ല. നേരത്തെ എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് ഒന്നിനും സമയമില്ല. അതാണ് സത്യം. അതുകൊണ്ടാണ് എനിക്ക് പ്രോപ്പറായിട്ടിരുന്ന ഒരു വീഡിയോ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. ജോലിക്ക് കയറിയതിൻ്റെ തിരക്കുണ്ട്. അതല്ലാണ്ട് ലൈഫ് എങ്ങനെ പോകുന്നു ചോദിച്ചാൽ ഹാപ്പി ആയിട്ട് പോകുന്നു, നേരത്തെ പോലെ തന്നെ. ജോലിക്ക് കയറിയതിൻ്റെ തിരക്കുകളുണ്ട്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇനി എന്നാ നാട്ടിലേക്ക് ഈ വർഷം എന്തായാലും കാണാൻ ചാൻസ് ഇല്ല. കാരണം ഞങ്ങളിപ്പോൾ ഒന്ന് നാട്ടിൽ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ. സോ മിക്കവാറും ഇനി അടുത്ത വർഷമായിരിക്കും നാട്ടിലേക്ക് ഉണ്ടാവുക. ഈ വർഷം എന്തായാലും ഇല്ല. അപ്പം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. PR റിലേറ്റഡ് ആയിട്ടാണോ ചേച്ചിയും ചേട്ടനും മൂവ് ചെയ്തത്? ഈ ക്വസ്റ്റ്യൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത സമയം തൊട്ട് ആൾക്കാർ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഇത് ആക്ച്വലി. അപ്പോൾ PR റിലേറ്റഡ് ആയിട്ടാണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ അതാണ് കാര്യം. നമ്മൾ ഓണസ്റ്റായിട്ട് ആൻസർ പറയണമല്ലോ. PR റിലേറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നത്. ഇപ്പോൾ കാനഡയിലുള്ളവർക്ക് സിറ്റുവേഷൻസ് ഒക്കെ അറിയായിരിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ ടഫായിട്ട് വരികയാണ്. ഓരോ മാസവും കാനഡ ഗവൺമെൻറ് ഇങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ ഒണ്ടേരിയോയിൽ PR കിട്ടാനുള്ള സാധ്യത അറ്റ് ദ മൊമെൻറ്റ് കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് സസ്കാച്ചുവനിലോട്ട് മൂവ് ചെയ്തത്. ഇങ്ങോട്ട് മൂവ് ചെയ്തതിൽ ഞങ്ങൾക്കൊരു തെറ്റും തോന്നുന്നില്ല. നല്ല പ്രോവിൻസ് തന്നെയാണ്. എന്താണെങ്കിലും നമുക്ക് 1 ഇയറും കൂടെ ഇനിയും ഇവിടെ നിൽക്കാൻ പറ്റും. അപ്പോൾ അത്രയും നാളും കൂടെ നമ്മൾ ട്രൈ ചെയ്യുന്നു. എന്നിട്ടും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു പോകും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൽ ഒരെണ്ണമായിരുന്നു ഇത്. അപ്പം നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ആൻസർ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ജോബ് ആയോ? ഹൗ ഇസ് ജോബ് മാർക്കറ്റ് ഇൻ കാനഡ? ജോബ് ആയെന്ന് വെച്ചാൽ ജോബായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എനിക്കും ജോബായി, കിരണിനും കൂടെ ജോബായി. അപ്പോൾ ജോബ് മാർക്കറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ടൊരു ആൻസർ പറയാൻ പറ്റില്ല. കാരണം ഞാൻ കുറേ നോക്കിയിട്ടാണ് എനിക്കൊരു ജോലി കിട്ടിയത്. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ വേറെ ചെയ്യാം. കാരണം ഏറ്റവും കൂടുതൽ എനിക്ക് വന്ന ക്വസ്റ്റ്യൻ എനിക്ക് എന്താണ് ജോലി, ഞാൻ എങ്ങനെ ഇവിടെ എനിക്ക് ജോലി കിട്ടിയത്, എൻ്റെ ഫീൽഡ് എന്താണ്, പിന്നെ എനിക്ക് എത്രയാണ് സാലറി കിട്ടുന്നത്, ഇതൊക്കെയായിരുന്നു മെയിനായിട്ട് ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ. അപ്പം അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ജോലി റിലേറ്റഡ് ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ആഡ് ചെയ്യാത്തത്. ജോബ് മാർക്കറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പൊതുവേ ഇപ്പോൾ റിസെഷൻ കൂടുന്നുണ്ട്. ജോലി കിട്ടാൻ ഇച്ചിരി പാടാണ്. പല സ്ഥലങ്ങൾ പോലും ഇരിക്കട്ടെ. ഒണ്ടേരിയോയിൽ നല്ല പാടായിരുന്നു കിട്ടാനായിട്ട്. ഇവിടെയും അത്ര എളുപ്പമൊന്നുമല്ല, ബട്ട് സ്റ്റിൽ കമ്പയർഡ് ടു ഒണ്ടേരിയോ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമാണെന്ന് തോന്നി കിട്ടാൻ. നിങ്ങൾക്ക് എക്സ്പീരിയൻസും എഡ്യൂക്കേഷനും ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി കൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു സസ്കാച്ചുവനിൽ കിട്ടാനായിട്ട്. അതാണ് വാട്ട് ഐ ഫീൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് കറക്റ്റായിട്ടൊരു ആൻസർ പറയാനില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാനിപ്പോൾ പറഞ്ഞു കേട്ടോ. എനിവേ ഞാൻ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല അതിൻ്റെ ആൻസർ. നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര ഇത് എന്തായാലും നമ്മുടെ Q&Aയിൽ ഉൾപ്പെടുത്തണം എന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വായിക്കാം. ഇത് ഷംഷാദ് സക്കീർ ഹുസൈൻ എന്ന് പറഞ്ഞ ഒരാളാണ് അയച്ചേക്കുന്നത്. ഞാൻ വായിക്കാം. ഒരു ശരാശരി മലയാളിക്ക് നാട്ടിൽ ജീവിക്കുന്നതാണോ അതോ പുറത്തുപോയി ജീവിക്കുന്നതാണോ നല്ലത്? എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? റിപ്ലൈ കിട്ടിയില്ലെങ്കിലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് Q&Aയിൽ എന്നാണ് പുള്ളി അയച്ചേക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ച് എന്താ പറയുക തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ട് തോന്നി. പിന്നെ അപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ പണ്ട് തൊട്ടേ എനിക്ക് എബ്രോഡ് പോകണം, അവിടെ പഠിക്കണം, അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യണം എന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു. സോ എനിക്ക് ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇഷ്ടമായോ എന്ന് ചോദിച്ചാൽ എനിക്കിഷ്ടമായി.
എനിക്ക് വേറൊരു കൾച്ചർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ ജോലിക്കും കൂടെ കയറിയതുകൊണ്ട് അവിടുത്തെ ഒരു എക്സ്പീരിയൻസും കൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. ഇഫ് യു ആർ ഗെറ്റിംഗ് എ ചാൻസ് എബ്രോഡ് പോയി പഠിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങൾ എന്തായാലും അതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. ജോലിക്ക് പോവുക അല്ലെങ്കിൽ പഠിക്കാൻ പോവുക, എന്നിട്ട് അവിടെ ഒന്ന് കുറച്ച് നാൾ നിൽക്കാൻ നോക്കുക. നിങ്ങൾ വിസിറ്റിങ്ങിന് മാത്രം വരാണ്ട്, ഇപ്പം എനിക്ക് എങ്ങനെയായിരുന്നു, ചുമ്മാ വിസിറ്റിങ്ങിന് മാത്രം ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ നിൽക്കാൻ എന്നല്ല, എനിക്ക് പ്രോപ്പറായിട്ട് അവിടെ സെറ്റിൽ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്കൊരു ചാൻസ് കിട്ടിയാൽ തിരിച്ചു പോകേണ്ടെന്ന് പോവും, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പക്ഷേ അറ്റ്ലീസ്റ്റ് കുറച്ച് നാളെങ്കിലും നമുക്ക് വന്ന് നിന്ന് ഒന്ന് അവിടുത്തെ കൾച്ചറും ആൾക്കാരും ഒക്കെ ആയിട്ടൊന്ന് പരിചയപ്പെട്ട് ആ ഒരു ലൈഫ് സ്റ്റൈലും കൂടെ എന്താണെന്ന് അറിയണം. നാട്ടിലെ നമ്മൾ ഇത്ര നാൾ അറിഞ്ഞു, ഇനി വേറൊരു സ്ഥലത്ത് പോയി അവിടുത്തെയും കൂടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേറൊരു സ്ഥലത്തോട്ട് പോകുന്നതിൽ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്ന് വയ്ക്കുക, വേറൊരു കൺട്രി പോയി അവിടുത്തെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല, തിരിച്ച് നാട്ടിൽ പോകണം എന്ന് തോന്നുന്നു, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം, അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഒരു ചാൻസ് കിട്ടിയാൽ നിങ്ങളത് മിസ് ചെയ്യരുത്. നിങ്ങൾ ആ ഒരു സ്ഥലവും കൂടെ ഒന്ന് കാണാനും അവിടുത്തെ കൾച്ചർ അറിയാനും ലൈഫ് സ്റ്റൈൽ അറിയാനും പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനും അവിടുത്തെ ജോലി എക്സ്പീരിയൻസ് ചെയ്യാനും പിന്നെ വർക്ക് കൾച്ചർ എങ്ങനെയാണെന്നൊക്കെ അറിയാനും ഒക്കെ വേറൊരു സ്ഥലത്തോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ല, നല്ലൊരു കാര്യമാണ്. സോ ചാൻസ് കിട്ടിയാൽ നിങ്ങളും അത് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ. അതാണ് എൻ്റെ ടേക്ക് കേട്ടോ. അപ്പോൾ അടുത്ത് ഗീതു ആണ് ചോദിച്ചേക്കുന്നത്, ഹൗ ഇസ് ലൈഫ് ഇൻ സസ്കാച്ചുവാൻ. ഹൗ ഇസ് ലൈഫ് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ ഇവിടെ വന്നിട്ട് 2 മാസം ആയതുള്ളൂ. 2 മാസമായി. ഞാൻ ജാനുവരിയിലാണ് വന്നത്, ഇപ്പോൾ മാർച്ചായി. സോ ഈ 2 മാസം കൊണ്ട് എനിക്ക് സസ്കാച്ചുവാൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ കറക്റ്റായിട്ടൊരു ആൻസർ പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ അധികം നാളൊന്നും ആയില്ലല്ലോ ഇവിടെ വന്നിട്ട്. ഞാനിപ്പോൾ ഈ 2 മാസം കൊണ്ട് എത്രത്തോളം സസ്കാച്ചുവാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ പോയിട്ടുള്ളൂ. എനിക്ക് എല്ലാ ദിവസവും ഒന്നും ഫ്രീ അല്ലാത്തത് കൊണ്ട് എനിക്ക് വീക്കെൻഡ്സ് ആണ് ഫ്രീ ടൈം കിട്ടുന്നത്. അപ്പം നമ്മൾ റജൈനയൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകാറുണ്ട്. ബട്ട് എന്തൊക്കെയാണ് സസ്കാച്ചുവാനിൽ എനിക്ക് ഇഷ്ടമായത്, എന്തുകൊണ്ടാണ് ഇഷ്ടമായതെന്നൊക്കെ ഒരു ആൻസർ പറയണമെങ്കിൽ എനിക്കൊരു കുറച്ചുകൂടി സമയം വേണം. അപ്പോൾ ഒരു 5 or 6 months കഴിഞ്ഞിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് എനിക്കൊരു ആൻസർ പറയാൻ പറ്റും. പിന്നെ ഇഷ്ടമാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി യെസ്, ഇഷ്ടമാവുന്നുണ്ട്. ആ ആൻസർ നിങ്ങളെ തൃപ്തിപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വേർ ഇൻ സസ്കാച്ചുവാൻ. സസ്കാച്ചുവാനിൽ ആക്ച്വലി 2 സ്ഥലങ്ങളാണ് മെയിനായിട്ടുള്ളത്, സാസ്കറ്റൂനും റജൈനയും. ഞങ്ങൾ റജൈനയുടെ ഒരു 1.25 മണിക്കൂർ ഇപ്പുറത്തോട്ട് മാറി ഗ്രെൻഫെൽ എന്നുള്ള സ്ഥലത്താണുള്ളത് കേട്ടോ. ഗ്രെൻഫെൽ എന്ന് പറയുന്ന ഒരു ക്യൂട്ട് ടൗൺ ആണ്. കുറച്ച് ആളുകളേ ഉള്ളൂ, കുറച്ച് വീടുകളേ ഉള്ളൂ. ഡൗൺ ടൗണിൽ അത്യാവശ്യം കടകളും മെഡിക്കൽ ഷോപ്പ്, അതുപോലെ സ്റ്റേഷനറി, ഗ്രോസറി, പിന്നെ കമ്മ്യൂണിറ്റി ഹാൾ, അങ്ങനെ അത്യാവശ്യത്തിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. റെസ്റ്റോറൻറ്റ്സ്, ചേർച്ചസ് കുറേ ഉണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ സ്ഥലമാണ്. നമ്മൾ ഒണ്ടേരിയോ എന്ന് പറയുമ്പോൾ വെരി ബിഗ് ഡിഫറൻസ് ആണ് ഇവിടെ. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് ഈ ഒരു ഈ ഒരു പീസ്ഫുൾ എൻവയോൺമെന്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഈ ഒരു സ്ഥലത്ത് വരാനുള്ള കാരണം എൻ്റെ ജോലി ഇവിടെ ആയതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗ്രെൻഫെല്ലിൽ തന്നെ വന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൗ ഇസ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ മദർ ഇൻ ലോ. കല്യാണം കഴിച്ച് കയറി ചെല്ലാൻ പോകുന്ന വീട്ടിലുള്ള അമ്മയെ പറ്റി ഏതൊരു പെൺകുട്ടിയുടെ മനസ്സിൽ കാണും അല്ലേ? അപ്പോൾ എൻ്റെ മൈൻഡിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ദൈവം എന്തായാലും എനിക്ക് ഞാൻ ഉദ്ദേശിച്ചേക്കാട്ടിലും അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചേക്കാട്ടിലും നല്ലൊരു അമ്മയാണ് എനിക്ക് തന്നേക്കുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ ഒരു അമ്മയമ്മ എന്നുള്ള രീതിയിലല്ല, എൻ്റെ അമ്മയായിട്ട് തന്നെയാണ് അമ്മയെ കാണുന്നത്. അമ്മയ്ക്ക് അതുപോലെ തന്നെ 2 ആൺമക്കളാണ്. അപ്പോൾ ഒരു പെൺകുട്ടി വേണം വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നത് 3ാമത്തെ കുട്ടിയായിട്ടാണ് എന്നെ കാണുന്നത്. പുതിയതായിട്ട് വന്നു കയറിയ ഒരു കുട്ടിയായിട്ടല്ല എന്നെ കാണുന്നത്, എന്നെ ഒരു മോളായിട്ട് തന്നെയാണ് കാണുന്നത്. അല്ലാണ്ട് ഡോക്ടർ ഇൻ ലോ ആണ് എന്നുള്ളൊരു രീതിയിൽ ഒരിക്കലും അമ്മ കൺസിഡർ ചെയ്തിട്ടില്ല. വേറൊരു കാര്യം പറയാനുള്ളത്, എനിക്ക് നമ്മുടെ ഫ്രണ്ട്സിലും നമ്മുടെ കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇതേപോലെ മദർ ഇൻ ലോ ആയിട്ടുള്ളൊരു അടി അല്ലെങ്കിൽ എന്താ പറയുക പ്രശ്നങ്ങളും അമ്മായിയമ്മ പോയെന്നൊക്കെ പറയുന്ന പോലെ അത് കണ്ടും കേട്ടും എനിക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ എവിടെയോ ഒരു പേടി ഉണ്ടായിരുന്നു, ഇനി ഞാൻ ചെന്ന് കയറാൻ പോകുന്ന വീട്ടിലുള്ള അമ്മ എങ്ങനെയായിരിക്കും എന്നുള്ളത്. പക്ഷേ അങ്ങനത്തെ ഒരു പേടിയെല്ലാം മാറ്റി തന്നത് അമ്മയാണ്. അത്രയും സ്നേഹത്തോടെയും അമ്മായിയമ്മയ്ക്ക് നിൽക്കാൻ പറ്റും, അങ്ങനെയും അമ്മമാരുണ്ട് എന്ന് എനിക്ക് കാണിച്ചു തന്നത് അമ്മയാണ്. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. എനിക്ക് ഇങ്ങനൊരു ഫാമിലിയിൽ വരാൻ പറ്റിയതും എനിക്ക് എൻ്റെ അമ്മേനെ തന്നതിലും ജീവിതകാലം മൊത്തം ഞാൻ ദൈവത്തോട് ഗ്രേറ്റ്ഫുൾ ആയിരിക്കും. അത്ര പറയുള്ളൂ. കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ ഇമോഷണൽ ആവും, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഡു യു മിസ് ഒണ്ടേരിയോ. ഒണ്ടേരിയോ മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മിസ് ചെയ്യുന്നില്ല. പറയാനുള്ള കാരണം ഞാൻ
ഒണ്ടേരിയോയിൽ വന്നിട്ട് ആക്ച്വലി 1.5 വർഷം ആവുന്നുള്ളൂ. 2023 നവംബറിലാണ് ഞാൻ ഒണ്ടേരിയോയിൽ എത്തുന്നത്. അപ്പം എനിക്ക് കൂടുതൽ അങ്ങോട്ട് ഒണ്ടേരിയോ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. കാരണം ഞാൻ ഒണ്ടേരിയോ വന്നപ്പോൾ സ്കാബ്രോയിലായിരുന്നു കിരൺ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ സ്കാബ്രോയിലായിരുന്നു. പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്ത് ഹാമിൽട്ടണിലോട്ട് വന്നു. അപ്പോൾ ഹാമിൽട്ടണിൽ നിന്ന് നമ്മൾ അവിടെ ഒന്ന് പരിചയപ്പെട്ട് ഇഷ്ടപ്പെട്ട് വന്നപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ട് ജോലി കിട്ടിയതും നമ്മൾ PR റിലേറ്റഡ് ആയിട്ട് ഇങ്ങോട്ട് മൂവ് ചെയ്തതും. അപ്പം ഹാമിൽട്ടൺ ആക്ച്വലി മിസ് ചെയ്യുന്നുണ്ട്. ഒണ്ടേരിയോ ആസ് എ ഹോൾ ഞാൻ മിസ് ചെയ്യുന്നില്ല. കാരണം ഒണ്ടേരിയോ ഫുൾ ഞങ്ങൾ പോയി കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതൊരു വലിയ സ്ഥലമാണ്. അപ്പം അതിൽ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ നിന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളുടെ കാര്യം എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഹാമിൽട്ടൺ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടുന്ന് മൂവ് ചെയ്തപ്പോൾ അത് ഭയങ്കര വിഷമമായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ നിന്നുകൊണ്ടിരുന്ന വീട് മിസ് ചെയ്യുന്നുണ്ട്, ഹാമിൽട്ടൺ മിസ് ചെയ്യുന്നുണ്ട്. സസ്കാച്ചുവാനിലോട്ട് മൂവ് ചെയ്തപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു വന്നത് ജോലിക്കായിട്ട്. അപ്പം ആ സമയത്ത് ഒണ്ടേരിയോയോ ഹാമിൽട്ടണോ അല്ല ഞാൻ മിസ് ചെയ്തത്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയായിരുന്നു മിസ് ചെയ്തത്, കിരണിനെയാണ് മിസ് ചെയ്തത്. അപ്പം ഇപ്പോൾ കിരണും എൻ്റെ കൂടെ ഉണ്ട്. സോ ഇപ്പം ഒണ്ടേരിയോ മിസ് ചെയ്തോണെന്ന് വെച്ചാൽ ഒണ്ടേരിയോ മിസ് ചെയ്യുന്നില്ല, പക്ഷേ ഹാമിൽട്ടൺ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സ്ഥലമായിരുന്നു. സോ ഡെഫിനറ്റ്ലി ഹാമിൽട്ടൺ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുള്ളത്, കിരൺ കൂടെ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ എവിടെയാണെങ്കിലും, ഇപ്പം സസ്കാച്ചുവാനിലാണെങ്കിലും ഒണ്ടേരിയോ ആണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഹാപ്പി. ഞാൻ അതിൻ്റെ ഐ മേക്ക് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും അതിൽ ഹാപ്പി ആയിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ രേഷ്മയാണ് ചോദിച്ചേക്കുന്നത്. ഈസ് ദ വെദർ ഇൻ ഒണ്ടേരിയോ ഡിഫറെൻറ്റ് ഫ്രം സസ്കാച്ചുവാൻ? ഹൗ ഡു യു അഡ്ജസ്റ്റ് ടു ദി ഹാർഷ് കണ്ടീഷൻസ് ഇൻ സസ്കാച്ചുവാൻ? ഒണ്ടേരിയോ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സസ്കാച്ചുവാനിലെ വെതർ ഭയങ്കര ഹാർഷാണ്. ഭയങ്കര തണുപ്പെന്നൊക്കെ പറയുമ്പോൾ -40, -50 പോകും. പക്ഷേ ഈ വർഷം അങ്ങനെ -50 പോയിട്ടില്ല, -40 ഒക്കെ വന്നായിരുന്നു. ബട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു വലിയ പ്രശ്നമല്ല. പിന്നെ ജാക്കറ്റും, ഇപ്പം കിരൺ കാനഡ ഗൂസിലായിട്ട് ഞങ്ങൾ കാനഡ ഗൂസ് വാങ്ങിക്കാറുള്ളൂ. -25 ആൻഡ് ബിലോ ഉള്ള ജാക്കറ്റ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് അത്രയും തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല അധികം ലെയർ ചെയ്തില്ലെങ്കിലും. അപ്പോൾ അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിരുന്നു എനിക്ക്. കാരണം ഞാൻ നടന്നാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത് ഇനിഷ്യൽ ഡേയ്സിൽ. കിരൺ വന്നതിന് ശേഷം കാറിലാണ് ഞങ്ങൾ പോകുന്നത്. കിരൺ എന്നെ ഡ്രോപ്പ് ചെയ്യും. അതിന് മുന്നേ വരെ ഞാൻ ഏകദേശം ഒരു 10-25 ദിവസം നടന്നു തന്നെയാണ് ജോലിക്ക് പോകുന്നതും വരുന്നതെല്ലാം. അപ്പം ചില ദിവസങ്ങളിൽ നമ്മുടെ ഫോണിലൊക്കെ എക്സ്ട്രീം കോൾഡ് വെതർ വാർണിംഗ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അപ്പോൾ അതെന്ന് പറയുമ്പോൾ -35, -40 ഒക്കെ വന്നത് ഫീൽസ് ലൈക്ക് അതിലും കൂടുതലായിരിക്കും. അപ്പോൾ ആ തണുപ്പിൽ നമ്മൾ പ്രോപ്പറായിട്ട് ലെയർ ചെയ്യുക, തേർമൽ വെയർ ഇടുക, അതിന് പുറമെ ഫ്ലീസ് അല്ലെങ്കിൽ അങ്ങനെ അത്രയും കട്ടിയുള്ള ടൈപ്പ് പാൻസ് കിട്ടും, അതിടുക. തെന്നി വീഴാണ്ടിരിക്കാനുള്ള ബൂട്ട്സ് ഇടുക. പിന്നെ നമുക്ക് ഫുള്ളായിട്ട് ഞാൻ എൻ്റെ നീടയും താഴെ നിൽക്കുന്ന ജാക്കറ്റാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും കവേർഡാണ്. പിന്നെ ഞാൻ കയ്യിൽ ഗ്ലൗസ് ഇടുമായിരുന്നു, ഫേസ് കവർ ചെയ്യുന്ന മാസ്ക് ഇടുമായിരുന്നു ഫുള്ളായിട്ട്, കണ്ണ് മാത്രം പുറത്ത് കാണുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഇട്ട് ഹുഡി ഇടുന്നതുകൊണ്ട് നമുക്ക് തന്നെ മനസ്സിലാവില്ല മിററിൽ നോക്കുമ്പോൾ. ആ രീതിയിലാണ് കവർ ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് വെതർ ഫോണിൽ നോക്കുമ്പോൾ അത്രയും മൈനസിലോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഇത്രയൊക്കെ ലെയർ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരു തെർമൽ വെയറും പിന്നെ എൻ്റെ യൂണിഫോമും മേളിൽ ജാക്കറ്റും ഇട്ട് അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ബൂട്ട്സും ഇടും. വേറെ കൂടുതൽ ആഡംബരമൊന്നും ചെയ്യാറില്ല. അത്രയും നമ്മൾ പ്രിപ്പയർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും തണുപ്പ് തോന്നില്ല കേട്ടോ. ഒണ്ടേരിയോയിൽ സ്നോ ഇത്രയും കാണത്തില്ല, തണുപ്പ് ഇത്രയും കാണത്തില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ് ഇവിടെ. ഇപ്പം ഈ ഒരു ആഴ്ചയായിട്ട് വെരി നോർമൽ ടെമ്പറേച്ചറാണ്, -10, 0 ഡിഗ്രിയിലോട്ടൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം വെരി നോർമലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന, ഞാൻ വീട്ടിലിരിക്കുന്ന ഡ്രസ്സിൽ തന്നെ പുറത്തൊക്കെ ഇറങ്ങി നടക്കാറുണ്ട്. നമുക്ക് അങ്ങനെ വലിയ തണുപ്പൊന്നും തോന്നാറില്ല. നമ്മുടെ ബോഡിയും കുറേ യൂസ് ടു ആയി ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട്, അത് വേറൊരു കാര്യം. അപ്പോൾ എനിവേ തണുപ്പ് ഇപ്പം എനിക്ക് അത്രയും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എനിക്കും കിരണും, ഞങ്ങൾക്ക് രണ്ടുപേർക്കും യൂസ് ടു ആയി ഇവിടുത്തെ വെതറുമായിട്ട്. കിരൺ ചേട്ടന് സുഖമാണോ? കിരൺ ചേട്ടന് സസ്കാച്ചുവാൻ ഇഷ്ടമായോ? ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ കിരൺ ചേട്ടന് സുഖമാണോ ചോദിച്ചാൽ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. കിരൺ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സമാധാനമാണ്. ആക്ച്വലി കിരൺ ഇല്ലാണ്ട് ഒറ്റയ്ക്ക് എനിക്ക് ഭയങ്കര പാടായിരുന്നു ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട്. പുതിയ സ്ഥലം, പുതിയ ജോലി. കിരൺ വന്നതിന് ശേഷമാണ് എനിക്ക് ആക്ച്വലി ജീവൻ തിരിച്ചു കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ കിരണും ഹാപ്പി ആയിട്ട് പോകുന്നു, ജോലിയുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ജോലിയൊക്കെ ആയിട്ട് തിരക്കായിട്ട് പോകുന്നു. പിന്നെ കിരണിന് സസ്കാച്ചുവാൻ ഇഷ്ടമായെന്ന് ചോദിച്ചാൽ ക്ലൈമറ്റ് വൈസ് അവൻ ആദ്യം കുറച്ച് പാടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞ പോലെ ഒണ്ടേരിയോയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണത്. പക്ഷേ ഇപ്പോൾ അവനങ്ങനെ പ്രശ്നമൊന്നുമില്ല. തേർമൽസ് ഒന്നും ഇടാണ്ട് തന്നെ ജാക്കറ്റിലാണ് ആൾ ഇറങ്ങി പോകുന്നതൊക്കെ പുറത്ത്. അപ്പോൾ അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല.
അപ്പോൾ അത്രേ ഉള്ളൂ. സോ 10 ക്വസ്റ്റ്യൻസ് കൂടുതൽ ഞാനിപ്പോൾ പറഞ്ഞെന്ന് തോന്നുന്നു. ആക്ച്വലി 11 ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ ക്വസ്റ്റ്യൻസിൽ ഞാൻ ഒരു 12 ക്വസ്റ്റ്യൻസ് എടുത്തു വെച്ചു. പക്ഷേ ഞാൻ ഒരു 10 ക്വസ്റ്റ്യൻസ് പറയാമെന്ന് പറഞ്ഞാൽ തീർന്നത്. പക്ഷേ ഞാൻ ഒരു 11 പോയി. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അത് വേണ്ട, 10 ക്വസ്റ്റ്യൻസ് ആണല്ലോ അതേ പറഞ്ഞത്. അപ്പോൾ എനിവേ ഞാൻ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പം ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കമൻസിൽ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് DM ചെയ്താലും മതി. ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും ആ ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ജോലി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഒരു അടുത്ത വീഡിയോയിൽ ഞാൻ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടൊരു വീഡിയോ ഇടാം. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് അതിൽ കൂടെ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് എന്തൊക്കെ കോണ്ടൻറ്റ്സ് ആണ് ഈ തണുപ്പുള്ള മഞ്ഞുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പ്രത്യേകിച്ച് ഇഷ്ടമുള്ള വീഡിയോസ് എന്തെങ്കിലും ഉണ്ട്, നമ്മുടെ ഷോപ്പിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകം കാണാൻ ആഗ്രഹമുള്ള വീഡിയോസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പറയാം. ഇനി വരുന്ന ദിവസങ്ങളിൽ അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.